ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കളിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. അയ്യോ, ഇപ്പം നൈറ്റ് ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാൻ മൈൻക്രാഫ്റ്റിൽ ഇപ്പം ഞാൻ ഒരു പന്നിക്കൂടിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അയ്യോ, ഞാൻ പെട്ട്. അയ്യോ, പന്നികളെ തന്നെ കടിച്ച് ഇന്നും എന്തോല്ലേ. ഇതിൽ പുതിയൊരു ട്രേ എടുത്ത് എല്ലാം അതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. കാരണം എൻ്റെ സ്ഥാനത്ത് ഇതില്ലാണ്ടാണ് വെപ്പൺസൊക്കെ വെക്കണമെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പം ഇതിലാണ് നമുക്ക് ഇങ്ങനത്തെയൊക്കെ സാധനം ഇതിൽ വേണം വെക്കാൻ. അപ്പം നമുക്ക് വല്ല വെപ്പണൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വയ്ക്കാം. അയ്യോ, ഇവിടെ ഇരുട്ടായി കേട്ടോ. അയ്യോ, ഇതല്ലേ സോങ് അടിക്കത്. അമ്മേ ഗേസ് പെട്ട് ഗേസ്, നമ്മളെ ഇത് അടിക്കുന്നുണ്ട് ഈ സോംബി. അയ്യോ, എനിക്ക് പേടിയാവുന്നുണ്ട് അമ്മേ. അയ്യോ, എൻ്റെ ബാക്കിൽ ഫ്രണ്ടിൽ നിൽക്കണ ഗേസ്, പെട്ടിട്ടുണ്ട്. ഇതെന്നെ അടിക്കണുണ്ട് കേട്ടോ. എൻ്റെ ബാക്കിൽ ഇതാ ഇവിടെ. അയ്യോ അയ്യോ, ഇതെന്നെ അടിക്കണം. അയ്യോ, മതിപ്പ്. അത് ഞാൻ എന്നാലും വേറെ കൊടുത്തേക്കണം. പീസ്ഫുൾ മോഡെന്നൊക്കെയാണ് പറയണത്. എന്നിട്ട് അതിൽ സോംബി തന്നെ അടിച്ചെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ആരായി? എന്നാലും സോംബി ആൾ ശരിയല്ല. അത് ഒറ്റ അടിക്ക് തന്നെ അന്ന് അടിച്ചുണ്ട്. ഞാൻ എന്തായാലും പുതിയത് തൊടുകയാണ്. ക്രിയേറ്റ് എ ന്യൂ വേൾഡ്. ഓ ഓ ഓ ശരി ശരി, ടാറ്റ. പുതിയ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണമേ ഇത് എന്നെ കടിക്കുന്നുണ്ട്. മൾട്ടിപ്ലെയറൊന്നും എനിക്ക് കിട്ടത്തില്ല. മൾട്ടിപ്ലെയറൊക്കെ ആണെങ്കിൽ ക്രിയേറ്റ് ഇതെനിക്ക് തോന്നണം ഇതൊക്കെ നമ്മൾ അടിക്കും കേട്ടോ. ഈ സോംബി എന്നാൽ മനുഷ്യനെ അറ്റാക്ക് തന്നെ ചെയ്യും കേട്ടോ. എനിക്ക് അത് ഇത്രയും നാളായിട്ട് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ വെച്ചാൽ ഈ പീസ്ഫുൾ മോഡൊക്കെ ഇടുമ്പോൾ സാധാരണ അങ്ങനെ അത് ചെയ്യൂലെന്നാണ് എൻ്റെ ഒരു. കാരണം ഞാൻ നേരത്തെ ഇന്നാളും കളിച്ചപ്പോൾ പീസ്ഫുൾ മോഡായിരുന്നു. പക്ഷെ അന്നൊന്നും എന്നെ അറ്റാക്ക് ചെയ്തില്ല. എന്തിനാണോ എന്തോ. എന്നാലും നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. വീണ്ടും ഞാൻ അടുത്തൊരു ഇതെടുത്തിട്ടുണ്ട്. കാരണം ചത്തുപോയിരിക്കുകയാണ്. നമുക്ക് അപ്പം തന്നെ റീസ്പോൺ ആവാം. പക്ഷെ ഞാൻ പേടി കാരണം റീസ്പോൺ ആവാതെ ഞാൻ അടുത്തൊരു ഇത് എടുത്തിട്ടുണ്ട്. ഇതെന്തായാലും കുറേ ടൈം പിടിക്കുന്നുണ്ട് ഇത് ലോഡായി വരാൻ. ഈ ഗെയിം പ്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ നോക്കുക. പിന്നെ ഇത് കുറേ എന്തൊക്കെ കാണിക്കുന്നുണ്ട് എഴുതി. ഞാനത് വായിക്കാനൊന്നും നോക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് രാത്രിയാണ്. ഈ രാവിലെയൊക്കെ ഇത് എന്തൊരു ഇതാണ്. എന്ത് പാവപ്പെട്ട സ്ഥലമാണ് രാവിലെ. അയ്യോ, രാത്രി ആയപ്പോൾ ഇപ്പോഴത്തെ നിങ്ങൾ കണ്ടില്ലായിരുന്നു. ഞാൻ എന്തായാലും അയ്യോ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ട്രയലിലാണ്. ഓക്കെ, നമ്മളിത് ഞാനൊരു ടർട്ടിലായിരുന്നു. ഞാൻ വിചാരിച്ച സോംബി ആയിരിക്കും. ഈ സോംബി അല്ല, ടർട്ടിലായിരുന്നു. ഒരു കുഞ്ഞ് ആമക്കുട്ടിയായിരുന്നു. ഇവിടെ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. കുതിരേനെ നമുക്ക് ഓട്ടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റുമായിരിക്കും. ഒറിജിനൽ ഗെയിമിൽ പറ്റുമായിരിക്കും. പക്ഷെ ഇതിൽ അയ്യോ ഞാൻ ഇവിടത്തെ ഇത് മണ്ണ് വെട്ടി എടുക്കുന്നുണ്ട്. എനിക്ക് ഇതൊക്കെ വേണ്ടേ നമുക്ക്. വീടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഇതൊക്കെ വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇടുകയാണ്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ നിന്ന് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെ വെട്ടി ഓരോരോ ഡേറ്റുകൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇവിടെ കോഴി പോകുന്നുണ്ട്. കോഴീനെ തല്ലി കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചിയൊക്കെ കിട്ടും. പക്ഷെ നേരത്തെ എൻ്റെ കയ്യിൽ ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ആ വടുപ്പ് പിടിച്ച സോംബിയെ കാരണം എന്നെ കൊന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ഇതൊക്കെ കളിച്ചിപ്പം നമുക്ക് പാതിയാക്കാനും. ഇപ്പം തന്നെ വെറുതെ 4 മിനിറ്റ് എന്തോ കാരണത്താൽ പോയിരിക്കുകയാണ്. നമുക്കെന്തായാലും കളിക്കാം. സോംബീനെ ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ മണ്ണൊക്കെ മൊത്തം വെട്ടി മൈൻ ചെയ്ത് തുടങ്ങി. കാരണം മണ്ണുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും. അല്ലാതെ വെറുതെ എന്തായിരുന്നാലും മണ്ണ് വയ്ക്കില്ല. പൂവുണ്ട് എന്തിരിക്കും കുറേ ആവശ്യമുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ
എടുത്തപ്പോൾ എന്തിനാ ഇത് സോംബിയില്ല, ഞാൻ വിചാരിച്ച സോംബിയാണ്. എന്താ കണ്ട എന്തിനാ ഒരു റെസിപ്പി അൺലോക്കായെന്ന് പറഞ്ഞ് ഒന്നുണ്ടോ? ഇതൊക്കെ ഈ റെസിപ്പി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശം പക്ഷെ എന്തിനാ ഒരു നമുക്ക് ഇത് വെച്ചിട്ട് ഓരോന്നും ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ പൂവിനെയൊക്കെ തന്നെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. ഇതെല്ലാവരും കളിക്കും. എന്നാലും ഞാൻ ചുമ്മാ അത് ട്രയലല്ലേ, ഞാനിതൊരു ഒറിജിനൽ കളിച്ചിട്ടില്ല, ട്രയൽ മാത്രമാണ്. നമുക്ക് ഇവിടെ എവിടെയും ഒരു ബേസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നൈറ്റ് നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടില്ലായിരുന്നു അവിടെ ഞാൻ ഇതെന്തിരി ഇത്? ഓ ഇത് പുല്ല് തിന്നു അല്ലേ? ഓ ഇതിപ്പോൾ തിന്നിട്ട് വേണതാണ് ഇവിടേക്ക് ഇങ്ങനെ. ഇതോടെ പോയി ഇവിടെ എവിടെ ഇങ്ങനെ 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 അല്ലായിരുന്നു ഇതുമാതിരി തിന്നാണൊക്കെ. പക്ഷെ അത് എവിടെയാണ്? ഇതിനെ നമുക്ക് കൊല്ലാൻ പറ്റും കേട്ടോ. ഇതിനെ ഞാൻ കാണിച്ചില്ല, കണ്ടോ? പിറകെ വെള്ളത്തിൽ തള്ളിയിടാൻ പറ്റുമോ? അയ്യോ, ഓ ഞാൻ വിചാരിച്ച സോംബിയാണ്. നമുക്ക് ഇതിനെ കൊല്ലാം കാരണം ഈ ഷീപ്പിനെ ഓക്കെ വൂള് കിട്ടിയിട്ട്. അയ്യോ എന്തിരി, ഓ വൂളായിരുന്നു. നമുക്ക് വൂളാണ്, ഈ വൂള് വെച്ചിട്ട് വേണം നമുക്ക് ഇതൊക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. നമുക്കിപ്പോൾ ഈ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. കാരണം ഇത് കൂടുതൽ വെച്ചിട്ടും കാര്യമൊന്നും ഇല്ല, എന്തിനാണ് വെറുതെ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. എന്നിട്ട് ഈ സാധനം എന്നിട്ട് ഇത്തിരി മണ്ണും ഒരു 15 ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. ബാക്കി 18 അതിലിരിക്കട്ടെ. ബാക്കി ഒരു 14 ഓക്കെ, എന്തായാലും 11 അരിയിട്ട്. ഓക്കെ, നമുക്ക് ബേസ് കെട്ടൽ ആരംഭിക്കാം. ഇവിടെ എവിടെയെങ്കിലും കെട്ടാം, നല്ലൊരു പരന്ന ഒരു സ്ഥലം നോക്കി ഇവിടെ എവിടെയെങ്കിലും പന്നി ഇവിടേക്ക് ഇങ്ങനെ കേവ് കണക്കത്തേക്ക് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇതുവഴി നമുക്കിങ്ങനെ പക്ഷേ ബോട്ട് അയ്യോ ചാവും. ഇത് പെട്ടിട്ടുണ്ട് ഗേസ്. എന്തായാലും ഞാൻ വെള്ളത്തിൽ കുറച്ച് നിൽക്കാൻ പറ്റൂലേ. എന്തായാലും നല്ലൊരു കടലിന് പെട്ടിട്ടുണ്ട്. അയ്യോ ഓക്സിജൻ തീർന്നു, ഓക്സിജൻ അങ്ങനെ തിരിച്ചു കയറും. അറിയത്തില്ല ആ കഥ വാങ്ങടിച്ച നല്ലോണം രീതിയിൽ കയറാം. ഇത് കയറാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും ഇവിടെ തന്നെ വെച്ച് ഡ്രോൺ ആകാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇത് റീസ്പോണോ വല്ലതും ഉണ്ടോ? ഇത് വേറെ എന്തുകൊണ്ടാണ് സെറ്റിങ്സ് ഇത് റീസ്പോൺ ചെയ്യാനൊന്നും ഒരു ഇതുമില്ല. ഇപ്പം തേഞ്ഞൊട്ടിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ കിടന്നങ്ങ് ഡെഡ് ആവാൻ നോക്കാം. പക്ഷേ ഇനി ഒരു ഇതുണ്ട് കണ്ട ഓക്സിജൻ ഓക്കെ അങ്ങനെ ചത്തുപോയിരിക്കുകയാണ്. റീസ്പോൺ കൊടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ അതിനൊന്നും പോകുന്നില്ല. ഇനി നമുക്ക് പ്ലേ തന്നെ ചെയ്യാം. അതൊക്കെ കാണിക്കണം. ഇത് നമ്മൾക്ക് നല്ല രീതിയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ സാധനവും പോയി. ഇനി അത് കിട്ടുമെന്ന് വെച്ചാൽ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും പോകണം. അങ്ങനെയാണ് ഇടുന്നത്. ഈ അറിഞ്ഞുവിടും. എന്തായാലും രാവിലെ തന്നെ ചെയ്ത് തീർക്കണം. കാരണം അല്ലെങ്കിൽ സോംബി വരും. ഇതെന്തിനാണോ മണ്ണിനേക്കാളും കട്ടിയാണെങ്കിൽ ഡിസൈനും ഉണ്ട്. എന്തിനാണോ ആണെങ്കിലും മൈൻഡ് ചെയ്തു.
പക്ഷേ ഇവിടുത്തെ പട്ടികളുണ്ട്. വലിയ എന്തോ കാര്യമുണ്ടെന്നും പറഞ്ഞു. ഇത് ഇത്രയും നേരം നമ്മൾ ചെയ്യുന്നത് എന്ത് സാധനം? ഇതെന്തിനാണോ എന്തോ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണതാണോ എന്തോ പറഞ്ഞൂടെ. നോക്കിയോ ഇത് ഇത്രയും ഇതുണ്ടേ. അത് നല്ല രസമുണ്ടല്ലേ. ഇത്രയും എനിക്ക് സാൻഡ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ മണ്ണ് അവിടെ തന്നെ മണ്ണ് ഇത്തിരി റോക്കാണ്. മണ്ണ് ഈ കൊതു ഭയങ്കര കൊതു. ഓക്കെ നമുക്ക് ഈ ഗെയിം സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ കളിക്കുന്നതിന് മുമ്പ് കുഴപ്പമില്ല ഇതൊക്കെ എന്തോ അന്നൊക്കെ ഫസ്റ്റ് ചിന്തിച്ചത് വേറെ ഒന്നും ചിന്തിക്കരുത് അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം. പക്ഷേ പിന്നീട് കളിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ടൊരു എന്തോ പോലെ. ഇതിൻ്റെ ട്രയൽ ടൈം തീരുമ്പോൾ 87 മിനിറ്റ് അതിൻ്റെ ട്രയൽ സമയമുള്ളൂ. അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. അത് സത്യം. ഞാൻ ഇവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യാണ്. ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും ഞാൻ ഉറപ്പായിട്ട് വിടും. അത് വേറെ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിൽ ഏകദേശം 15 മിനിറ്റ് വരെ വീഡിയോ ഇടാൻ പറ്റുന്നുള്ളൂ. അതിന് കൂടുതൽ വേണമെങ്കിൽ എന്തോ വെരിഫിക്കേഷനോ അങ്ങനെ എന്തോ ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ലെങ്തൊന്നും ഇടാതെ അതിനടുത്ത് തന്നെ. ഞാൻ മൈൻക്രാഫ്റ്റ് അതിന് മുന്നേ കളിച്ചെന്ന് പറഞ്ഞത് ഇതായിരുന്നു. ഞാൻ കളിച്ച് ഏകദേശം നല്ല രീതിക്ക് തന്നെ കളിച്ചായിരുന്നു. പക്ഷേ കളിച്ചിട്ടെന്തോ ഉപയോഗം. അത് കളിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നാൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് നോക്കി വീഡിയോ ഇനി ഇടാമല്ലോ എന്നും പറഞ്ഞ് നോക്കിയപ്പോൾ നൈറ്റാണ്. വീഡിയോ ഇനി ഇടാമല്ലോ എന്നും പറഞ്ഞൊക്കെ ഞാൻ ഭയങ്കര കാര്യത്തിന് വീഡിയോ ഇടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് വീഡിയോ പറ്റാനുള്ള. സൺസെറ്റ് ആവാറായി. സൺസെറ്റാണെന്ന് വരുമെന്തോ. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. ഒന്നാമത്തെ കാര്യം ഈ ലെങ്ത് കൂടണം. രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ കോഡോയിൽ നിൽക്കണം ശരിയാവൂലെന്ന് എനിക്ക് തോന്നുന്നു. സോംബി വന്ന് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതൽ നേരം നിൽക്കാനുള്ള. ഞാൻ എന്തായാലും സൺസെറ്റായി. ചന്ദ്ര അവിടെ നിന്ന് ഉദിച്ചു വരുന്നുണ്ട്. സൂര്യ ഇവിടെ നിന്ന് അസ്തമിച്ചും പോകുന്നുണ്ട്. അങ്ങോട്ട് ചന്ദ്ര അസ്തമിച്ച് പോയിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഒരു ബേസ് കണക്ക് ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട്. പശുവൊക്കെ ഇവിടെ കിടന്ന് നടക്കണുണ്ട്. എന്തായാലും ഈ ഗെയിം പ്ലേ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗേസ്. ബൈ ടാറ്റ ഗുഡ് ബൈ. ഗെയിം പ്ലേ എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് തന്നെ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. ബൈ ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ചെയ്യ്, ബാക്കിയൊന്നും പറയണ്ടല്ലോ. ഓക്കെ അപ്പോൾ ശരി. പിന്നെ സൗണ്ടിന് ചെറിയ കുറവുണ്ടെങ്കിൽ സോറി. കാരണം ഇതിൻ്റെ റെക്കോർഡിങ് ആപ്പ് വെച്ച് റെക്കോർഡ് ചെയ്യണ സാധനം വെച്ചിട്ടാണ് ഞാൻ സൗണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ചെറിയ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ സോംബി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആട്ടിൻ്റെ വിളിയാണ്, എന്തോ വിളി കേൾക്കുന്നു. എന്തായാലും നിർത്തണം ഗേസ്. ബൈ അപ്പോൾ ശരി.